കേരളത്തിൽ മാത്രം അധികാരത്തിലുള്ള പാർട്ടിയാണ് CPM. കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ബംഗാളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയാണ് CPM ഇടതുപക്ഷം എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥയും അതുപോലെയാണ്. കോൺഗ്രസും ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ട്? 3 സംസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിലുള്ളൂ. കോൺഗ്രസ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ദുർബലമായി പോവുകയാണ്. ആ അർത്ഥത്തിൽ അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്ന, അനുകൂലമാകാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് പോലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും മര്യാദയ്ക്ക് ഇറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അത് സമയത്തിനിറക്കാൻ കഴിയുന്നില്ല. വിമർശനങ്ങൾ, വിവാദങ്ങൾ, പൊട്ടിത്തെറി, തമ്മിലടി, ഗ്രൂപ്പ് പോര്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഡാൻസ് ഓരോ നേതാക്കളും കളിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നത്. എങ്ങനെ വിശ്വസിക്കണം ഈ കോൺഗ്രസിനെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്ത് വിശ്വസിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടത്? 130 കോടി സ്വന്തം പാർട്ടിയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്, സ്വന്തം പാർട്ടിയിലെ ഇത്തരം വിഷയങ്ങൾ നേരിടാൻ കഴിയാത്ത കോൺഗ്രസിന് ഇപ്പോൾ അസമിൽ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് രാജിവെച്ചു പോയത്. അപ്പോൾ സംഘടനാപരമായും രാഷ്ട്രീയപരമായിട്ടും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് പറ്റുന്ന വീഴ്ച നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? 103 കോടി കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പാക്കാൻ പോകുന്നത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും നടപ്പാക്കാൻ പോകുന്നത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ ക്ഷേമ പെൻഷൻ നടപ്പാക്കാൻ പോകുന്നത്? നോക്കൂ, ഇതൊക്കെ സമവായത്തോടുകൂടി ചർച്ചകളിലൂടെ ആളുകളെ വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലടക്കം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്.